വാർത്തകൾ വിശദമായി. പുന്നപ്ര വയലാർ സമരം ഒരു നാടിൻ്റെ ജനതയുടെ മോചന സ്വപ്നങ്ങൾക്ക് ദിശാബോധം നൽകിയ സമാനതകളില്ലാത്ത പോരാട്ടം. ഇതിഹാസ തുല്യമായ പുന്നപ്ര വയലാർ സമരം നടന്നിട്ട് 79 വർഷം പൂർത്തിയാകുന്നു. ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരം ഒരു നാടിൻ്റെ മോചന സ്വപ്നങ്ങൾക്ക് ദിശാബോധം നൽകിയ സമാനതകളില്ലാത്ത പോരാട്ടം. 1946 ഒക്ടോബർ മാസത്തിലാണ് പുന്നപ്ര വയലാർ സമരം കൊടുമ്പിരികൊള്ളുന്നത്. നാടുവാഴുത്തത്തിനും ജന്മിത്വത്തിനും നാട്ടുപ്രമാണിമാരുടെ മാടമ്പിത്തരത്തിനുമെതിരെ അമേരിക്കൻ മോഡൽ ഭരണം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യമുയർത്തി നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളിലെ തൊഴിലാളി വർഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധീരോദാത്തമായ പോരാട്ടമാണ് പുന്നപ്ര വയലാർ സമരം. വിവിധ സ്ഥലങ്ങളിൽ തൊഴിലാളി സഖാക്കളുടെ സമര ക്യാമ്പുകൾ ആരംഭിച്ചു. പി കൃഷ്ണപിള്ള, BS അച്യുതാനന്ദൻ, PK ചന്ദ്രാനന്ദൻ, CK കുമാരപ്പണിക്കർ തുടങ്ങിയ സമുന്നത നേതാക്കളാണ് നേതൃത്വം നൽകിയത്. സമരത്തെ അടിച്ചമർത്താൻ SRCPയുടെ പട്ടാളവും പോലീസും രംഗത്തിറങ്ങി. 1946 ഒക്ടോബർ 24 പുന്നപ്രയിലും 25 മേനാശ്ശേരിയിലും 26 മാരാരിക്കുളത്തും 27 വയലാറിലും പട്ടാളവുമായി തൊഴിലാളി സഖാക്കൾ ഏറ്റുമുട്ടി. പട്ടാളത്തിൻ്റെ നിറനോക്കിനു മുന്നിൽ വാരിക്കുന്തമേന്തിയാണ് തൊഴിലാളികൾ ഏറ്റുമുട്ടിയത്. നൂറുകണക്കിന് തൊഴിലാളികൾ വെടിയേറ്റ് മരിച്ചു വീണു. മരിച്ചവരെയും പരിക്കേറ്റവരെയും വയലാർ സമരഭൂമിയിലെ കുളങ്ങളിൽ കുഴിച്ചുമൂടിയെന്നും കത്തിച്ചെന്നും പറയപ്പെടുന്നു. ഈ സ്ഥലം പിന്നീട് വെടിക്കുന്ന് എന്ന പേരിൽ അറിയപ്പെട്ടു. അതാണ് ഇപ്പോൾ കാണുന്ന രക്തസാക്ഷി മണ്ഡപം. പുന്നപ്രയിലും മാരാരിക്കുളത്തും മേനാശ്ശേരിയിലും ഒളതലയിലും വയലാറിലുമെല്ലാം രക്തസാക്ഷി സ്മരണകളിരമ്പുന്ന സ്മാരകങ്ങളുണ്ട്. 500ഓളം സമരസഖാക്കൾ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് സ്ഥിരീകരിക്കാത്ത കണക്ക്. കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടുകളിലൊന്നാണ് പുന്നപ്ര വയലാർ സമരം. ഈ സമരമാണ് ദിവാൻ ഭരണത്തിന് അന്ത്യം കുറിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് ചൂടും ചൂരും പകർന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതും പുന്നപ്ര വയലാർ സമരമാണ്.